ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാനിവിടെ അവിൽ ഉപയോഗിച്ചിട്ട് ഒരു അടിപൊളി ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണിത്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനിവിടെ 2 ബൗൾ ഫ്ലാറ്റൻഡ് റൈസാണ് എടുത്തിട്ടുള്ളത്. ഇനി അത് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുക്കണം. ഫസ്റ്റ് കുതിർത്തി വയ്ക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് ഡ്രെയിൻ ചെയ്തെടുത്താൽ മതി. നമുക്കത് ഡ്രെയിൻ ചെയ്തെടുക്കാം. അത് ഡ്രെയിൻ ചെയ്തെടുക്കുമ്പോൾ തന്നെ അതൊന്ന് കുതിർന്നിട്ടുണ്ടാവും. നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് മാഷ് ചെയ്തെടുക്കാം. ഒന്ന് മാഷ് ചെയ്ത ശേഷം വേവിച്ചെടുത്തിട്ടുള്ള പൊട്ടറ്റോ, ഇത് മീഡിയം സൈസ് ഉള്ളതാണ്, 3 എണ്ണം എടുത്തിട്ടുള്ളത്. 3 പൊട്ടറ്റോ, വേവിച്ച പൊട്ടറ്റോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കണം. രണ്ടും കൂടി വെള്ളം ഒഴിക്കാണ്ട് തന്നെ നന്നായിട്ട് മാഷ് ചെയ്തെടുക്കുക. നമുക്ക് അതിലേക്കുള്ള മസാല ഒക്കെ ആഡ് ചെയ്യാം. ഫസ്റ്റ് 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് വേണ്ടത്. പിന്നെ കോൺഫ്ലവർ 1 ടേബിൾ സ്പൂൺ, പിന്നെ 1/4 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, 1/4 ടേബിൾ സ്പൂൺ ടർമറിക് പൗഡർ, 1/4 ടേബിൾ സ്പൂൺ കൊറിയൻഡർ പൗഡർ, 1/4 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, പിന്നെ 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലയും, പിന്നെ ഒരു കൈപ്പിടിക്ക് കൊറിയൻഡർ ലീഫ് ഉണ്ടെങ്കിൽ കൊറിയൻഡർ ലീഫ്, ഉപ്പ് പാകത്തിന്, കറി ലീഫ് ഇട്ട് കൊടുക്കാൻ വേണമെന്നുണ്ടെങ്കിൽ അരിഞ്ഞിട്ട്, അതേപോലെ ഗ്രീൻ ചില്ലിയും വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒരു 1-2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. റഫായിട്ടുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. എനിക്ക് ഇത്തിരി റഫായി തോന്നുന്നുണ്ട്, അതുകൊണ്ടാണ് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അത്യാവശ്യം വലിപ്പത്തിലുള്ള ഉരുളകളാക്കിയിട്ട് റൗണ്ട് ഷേപ്പിൽ അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിൽ ഇട്ട് പരത്തിയെടുക്കുക. അത് ഞാനിവിടെ റൗണ്ട് ഷേപ്പിലാണ് എടുത്തിട്ടുള്ളത്. ഇത് ബ്രെഡ് ക്രംസ് കവർ ചെയ്തിട്ടും ഉണ്ടാക്കാം. ഇപ്പം ഞാനിവിടെ ഇപ്പോൾ ഡയറക്റ്റായിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ. അപ്പോൾ അതിലേക്ക് ഇട്ടെടുക്കാം. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും കേട്ടോ, ഒരുപാട് നേരമൊന്നും വേണ്ട. കാരണം അവിൽ ആൾറെഡി കുതിർത്തിയെടുത്തതാണ്, പിന്നെ അതേപോലെ തന്നെ പൊട്ടറ്റോയും വേവിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഉള്ളു പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരുപാട് നേരമൊന്നും ഫ്രൈ ചെയ്തെടുക്കണ്ട. ജസ്റ്റ് 1-2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഫ്രൈ ചെയ്ത് കിട്ടും. തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അവിൽ കൊണ്ടുള്ള അടിപൊളി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പോഹ കട്ട്ലറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ സൂപ്പറായിട്ടുള്ള ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്കണം. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ അമർത്തി ആളെന്ന ഓപ്ഷൻ കൊടുത്താൽ അടുത്ത നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. വീണ്ടും നല്ല റെസിപ്പിയുമായിട്ട് വരുന്നതായിരിക്കും. ടേക്ക് കെയർ. ബൈ. സീ യു അഗെയിൻ.